ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായില്ല. ആരോഗ്യനില വിലയിരുത്താൻ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരും. ബിനോയ്, മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിശദാംശങ്ങൾ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചികിത്സകൾ വിലയിരുത്തുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ ഒരു സംഘത്തെ 5 ഡോക്ടർമാരുടെ സംഘത്തെ കൂടി ചുമതലയേൽപ്പിച്ചിരുന്നു. അവരും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരും ചേർന്ന് അദ്ദേഹത്തിന് നൽകേണ്ട ചികിത്സകളെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ചികിത്സകൾ പഴയപടി തുടർന്നാൽ മതിയാകുമെന്നുള്ള നിർദ്ദേശം നൽകി. ഒപ്പം ഡയാലിസിസ് തുടങ്ങാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദവും ഒപ്പം വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത്. 9 മണി കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘവും ഒപ്പം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സംഘവും ചേർന്ന് അദ്ദേഹത്തിന്റെ പരിശോധനകളും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒരു വിലയിരുത്തൽ നടത്തും. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകും. ആശുപത്രിയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. വൃക്കകളുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായില്ല. ആരോഗ്യനില വിലയിരുത്താൻ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.